നാളിലും കൂറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നുകരമോ ഒരു നാളിലും കൂറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ദുഃഖിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ അതൊരു വ്യക്തിത്വമാണ്, ഒരു വ്യക്തിയാണ്. അവന് നാം ദുഃഖിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ വേദനപ്പെടുത്തുവാൻ കഴിയും, വ്യസനപ്പെടുത്തുവാൻ കഴിയും. നമ്മൾ എങ്ങനെയൊക്കെ ദൈവത്തെ വ്യസനപ്പെടുത്തുന്നത്? നമ്മൾ മുഖാന്തരം, എൻ മുഖാന്തരം, നിങ്ങൾ മുഖാന്തരം ദൈവം വേദന അനുഭവിക്കുന്നത്. എങ്ങനെയാണ് ദൈവം വേദന അനുഭവിക്കുന്നത്? ഇത് പഴയ നിയമത്തിൽ എഴുതപ്പെട്ട വാക്യമാണ്. യെശയ്യാ പ്രവാചകൻ മുഖാന്തരം എഴുതപ്പെട്ട വാക്യമാണ്. 63-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ അവർ മത്സരിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച്. പഴയ നിയമത്തിൽ എഴുതപ്പെട്ട കാര്യമാണ്, ഓർക്കണം. പഴയ നിയമത്തിൽ എന്താണ്? ദൈവത്തിന്റെ ജനം എന്ത് ചെയ്ത്? മത്സരിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ച്. അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്ന് താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. പഴയ നിയമത്തിൽ മത്സരിച്ചത് ആരാണ്? ദൈവത്തിന്റെ ജനം ആൾക്ക് മത്സരിച്ച്, ദൈവത്തോട് മത്സരിച്ച്. അതുകൊണ്ട് വചനം ദൈവം തന്നെ അവർക്ക് എന്തായി? ശത്രുവായി മാറി. ദൈവം തന്നെ അവർക്ക് വിരോധമായി യുദ്ധം ചെയ്യുവാൻ ഇടയായി. പക്ഷെ ഇനി നമുക്കൊരു യുദ്ധമുണ്ട്. ആരോടാണ്? പിശാചിനോട് നമുക്കൊരു യുദ്ധമുണ്ട്. എന്റെ സഹ മനുഷ്യരല്ല എനിക്ക് യുദ്ധം, എനിക്ക് ക്ഷാമലായിട്ടുള്ള യുദ്ധം. ആരോടാണ്? പിശാചിനോട്. പിശാചിന്റെ ജോലി എന്താണ്? ക്രിസ്തുവ വിശ്വാസത്തിലിരുന്ന് എന്നെ എങ്ങനെയെങ്കിലും എന്നെ പിന്തിരിക്കണം. പിന്തിരിച്ചാൽ എനിക്ക് നഷ്ടമാവുന്നത് എന്താണ്? നിത്യതയാണ്. അതുകൊണ്ട് അവൻ നമ്മുടെ പുറകെ ആയിരുന്നു എങ്ങനെയെങ്കിലും വഴിച്ചു കൊണ്ട് പോകണമെന്ന്, ലോകത്തോട്ട് കൊണ്ടുപോകണമെന്ന് അവൻ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്ക് എന്താണ്? അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? നാം ഇന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും. എങ്ങനെയാണ് നാം ദുഃഖിപ്പിക്കുന്നത്? നാം മത്സരിക്കുന്നത് പലപ്പോഴും ആരോടാണ്? ദൈവത്തോടാണ്. നമ്മൾ അത് അറിയുന്നില്ല. കർത്താവ് പറഞ്ഞ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്റെ വചനം പ്രമാണിക്കും. നമ്മൾ കർത്താവ് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, വായ് കൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ ദൈവവചനം എത്രത്തോളം അനുസരിക്കുന്നുണ്ട്? ഞാൻ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ ദൈവം എന്നോട് ചോദിക്കുന്നുണ്ട്, നാം എത്രത്തോളം ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നുണ്ട്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വായന എന്താണ്? ആകാത്ത ഒരു വാക്കും വരരുത്. പക്ഷെ നാം ഇന്ന് എന്താണ്? ചീത്ത വാക്ക് സംസാരിക്കുന്നത്. പണ്ട് നാം എന്ത് ചെയ്ത്? മദ്യപിച്ചായിരുന്നു, പുകവലിക്കായിരുന്നു. ഇന്ന് നാം എന്താണ്? ആരും കാണാതെ പോയി ചെയ്യുന്നത്. നമുക്ക് മനുഷ്യർ നമുക്ക് പറ്റിക്കാം, ദൈവത്തെ ആർക്കും പറ്റിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ എവിടെ പോയി വിളിച്ചാലോ ഞാൻ പറയട്ടെ, അവിടെ ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് വചനം അവന്റെ മുൻപ് എന്താണ്? നഗ്നതും വളർന്നതുമായി ഇരിക്കുന്നത്. അവന്റെ മുൻപിൽ എല്ലാം ഓപ്പണാണ്. നിങ്ങൾ ഏത് പാളത്തിൽ പോയാലോ അവിടെയും ദൈവത്തെ നിങ്ങൾ കാണാൻ കഴിയും. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഞാൻ അങ്ങേ വിട്ട് ഞാൻ എവിടെ പോകും? ഞാൻ പാതാളത്തിൽ പോയാലോ അങ്ങേ അവിടെ കരമുണ്ട്. ലോകത്തിന്റെ അറ്റത്തോളം പോയാലോ അവിടെ എവിടെയുണ്ട്? ദൈവമുണ്ട്. ഈ തിരിച്ചറിഞ്ഞ ആരാണ്? ദാവീദ്. എന്താണ് മത്സരം? ദൈവം നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞ കാര്യം നാം അനുസരിച്ചില്ലെങ്കിൽ അത് മത്സരം ആണ്. ഓർത്തോളം, അത് ദൈവത്തെ ദുഃഖിപ്പിക്കും. പഴയ നിയമത്തിൽ നമുക്കറിയാം, ആദ്യത്തെ ഇസ്രായേൽ രാജാവ് സൗൽ. നിങ്ങൾ പല പ്രാവശ്യം കേട്ടതാണ്, ഞാൻ അതോട് കടക്കുന്നില്ല, ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അവരുടെ ഒരു അസൈൻമെന്റ് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് ദൈവം എന്താണ്? നീ അമാലേക്കരെ എന്ത് ചെയ്യണം? നശിപ്പിക്കണം. ജനത്തെയും കുഞ്ഞുങ്ങൾ കണ്ണുകാലിയവരെ ഒന്നിനും ബാക്കി വെക്കരുത്.
കർത്താവ് ചെയ്ത് പറഞ്ഞ് ഏൽപ്പിച്ചു. പക്ഷെ ഇവൻ പേര് ചെയ്ത് അവരുടെ യുദ്ധം ചെയ്ത് ജയിച്ച് അവരുടെ രാജാവ് ഉറപ്പെടുത്തിയില്ല. നല്ല നല്ല കണ്ണുകളിൽ കണ്ടപ്പോൾ ജനം പറഞ്ഞ് നമുക്ക് ദൈവത്തിന് വേണ്ടി യാഗം അർപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ അതിന് ചെവി കൊടുത്ത് മനുഷ്യർ വാക്ക് കേട്ട് അവൻ ചെയ്ത് അതിന് അവൻ ചെവി കൊടുത്തപ്പോൾ ദൈവം ദൈവം വിഷമമായി, ദൈവത്തിന് വിഷമം വന്ന് ദൈവം ദുഃഖിക്കാൻ തുടങ്ങി. ഇന്ന് വായിച്ചു നോക്ക്, ദൈവം ദുഃഖിച്ചെന്ന് വചനം പറഞ്ഞു. 1 സാമുവേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നവരാ ദൈവം ഞാൻ സൗലിനെ രാജാവാക്കിയത് തെറ്റായി പോയി എന്ന് ചിന്തിച്ച് ദുഃഖിപ്പിക്കാൻ ഇടയായി. അവൻ ദൈവത്തോട് മത്സരിക്കുവാൻ തുടങ്ങി. എന്താണ് മത്സരം? ദൈവം പറഞ്ഞ കാര്യം അവൻ അത് ചെയ്തില്ല. ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങളാണോ ദൈവത്തിന്റെ വചനം അനുസരിച്ചില്ലെങ്കിൽ ഞാൻ പറയട്ടെ, നാം ദൈവത്തോടാണ് മത്സരിക്കുന്നത്. ചിലപ്പോൾ ദൈവം സൗലിനെ രാജാവാക്കിയത് രസിച്ചതുപോലെ ദുഃഖിച്ചതുപോലെ നമ്മുടെ പാപത്തിൽ ആയിരുന്ന എന്നെയും നിങ്ങളെ കർത്താവ് എന്തിനു വേണ്ടി വിടുവിച്ച് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ അവൻ നമ്മേൽ ഉള്ള വിശ്വാസം, അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ വിളിച്ച് വേർപ്പെടുത്തിയത്. നാം ഇന്ന് ചെയ്തില്ലെങ്കിൽ നഷ്ടം ആർക്കാണ്? എനിക്ക് തന്നെയാണ്. ഞാൻ ദൈവത്തിന്റെ വചനം കേട്ട് ഞാൻ അത് അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് നഷ്ടമാകുന്നത് എനിക്ക് ഒരിക്കലും ദൈവം ആയിരിക്കുന്ന സ്ഥലത്തിൽ എനിക്ക് എത്തുവാൻ കഴിയത്തില്ല. കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവം ആയിരിക്കുന്ന സ്ഥലത്തിൽ നാം എത്തണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ നാം ദൈവത്തിന്റെ കൽപ്പനയിൽ അനുസരിക്കണം. അനുസരിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എത്തുവാൻ കഴിയൂ. നമുക്ക് വായിച്ചോ, 4-ാം അധ്യായം 31-ാം വാക്യം. ഇവിടെ 31-ാം വാക്യത്തിൽ എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാണവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. എന്താണ് പത്രാണ് പറയുന്നത്? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. വീണ്ടെടുപ്പ് നാളിനായി അല്ലോ അവൻ നിങ്ങളെ മുദ്രയിട്ടിട്ടുണ്ട്. അതിനെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം? എല്ലാ കയ്പും എല്ലാ കോപവും എല്ലാ ക്രോധവും ഉദ്ധാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. കൈപ്പുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ കൈപ്പുണ്ടോ? ദൈവമക്കൾക്ക് എന്ത് പാടില്ല? കയ്പ് പാടില്ല. കയ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖപ്പെടുത്തുന്നുണ്ട്. ഓർത്തോളാം. വായിക്കാം വാക്യം. കൊലോസ്യർ 3-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. ഓക്കെ, ഇവിടെ എല്ലാ ഭർത്താക്കന്മാരുടെ കൈ കൊടുക്കും. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ട്, സന്തോഷം. കൈപ്പിടിക്കുക, ഭാര്യ പറഞ്ഞിട്ട് കയ്പുണ്ട്. സ്നേഹമുണ്ട്, കയ്പുമുണ്ട്. 2 വെള്ളത്തിൽ നമുക്ക് കാഴ്ച വെക്കാൻ പറ്റത്തില്ല. ഭർത്താക്കന്മാർക്ക് ദൈവം കൊടുത്ത ഒറ്റ ഒരു കൽപ്പന, ഭാര്യമാരെ സ്നേഹിക്കണം. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരുടെ പ്രവൃത്തിയോ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളോ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കയ്പായി നിങ്ങളുടെ ജീവിതത്തിൽ വയ്ക്കാൻ പാടില്ല. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. പരസ്പരം ഭാര്യമാരെ കൈ പിടിച്ച് നിങ്ങൾ ക്ഷമ പറയണം. ഞാൻ കയ്പായത് എന്റെ ഉള്ളിൽ ഏത് വിഷയത്തിൽ നിങ്ങൾ കയ്പായോ അത് നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. നിങ്ങളുടെ ഭർത്താക്കന്മാരെ ഏത് വിഷയത്തിലാണ് നിങ്ങൾ കയ്പായി മാറ്റിയത്? നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മേൽ കയ്പാണെങ്കിൽ നിങ്ങളുടെ ഏതോ ഒരു പ്രവൃത്തി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? തിരിച്ചറിയണോ? എന്തുകൊണ്ട് എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കാൻ നിങ്ങൾ തിരിച്ചറിയണം. എന്തുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തി ഏതോ ഒന്നാണ് അദ്ദേഹത്തെ കയ്പായി മാറ്റി? എന്തുകൊണ്ട് അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല? ഇന്ന് നിങ്ങൾ വീട്ടിലോട്ട് പോയി പരസ്പരം ഭാര്യമാർ ഭർത്താക്കന്മാർ കൈ പിടിച്ച് നിങ്ങളുടെ പ്രവൃത്തി എന്താണെന്ന് ചോദിക്കണം. കയ്പുണ്ടെങ്കിൽ, കയ്പില്ലെങ്കിൽ സന്തോഷിക്കുക. പരസ്പരം നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകാൻ. ആരുടെ ജീവിതത്തിൽ കയ്പുണ്ട്?
എനിക്ക് ഇന്ന വ്യക്തി എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് അവരെ ഞാൻ എന്ത് ചെയ്ത് എന്റെ ജീവിതത്തിൽ പൂട്ടിട്ട് ആ പൂട്ടിൽ 2 പൂട്ടൊക്കെ ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട് എന്ന് എത്ര പേർ പറയാൻ കഴിയും? വാക്യം വായിച്ചോ. ഇബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വളരെ കൈപ്പുള്ള വേരും മുളച്ച് കളറമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പ് കാരണം ആവിട്ടേക്കാം. ദൈവകൃപ വിട്ട് പിന്മാറിപ്പോയി. എന്തുകൊണ്ടാണ്? കൈപ്പുള്ള വേർ മുളച്ച് ആ കൈപ്പ് എന്ത് ചെയ്ത് അവർ താവോട്ടി വളർത്ത് അതിനെ വലുതാക്കി. അതുകൊണ്ട് എന്ത് നഷ്ടമാകും? ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെടും. ഇവരാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വസിക്കുന്ന സ്ഥലമാണ്. ആ ദൈവത്തെ നിങ്ങൾ വസിക്കാൻ കഴിയാത്ത വണ്ണം കൈപ്പിന്റെ വേർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പരിശുദ്ധാത്മ കാണോ? പരിശുദ്ധാത്മ വസിക്കാൻ കഴിയോ? നമ്മൾ പറയുന്ന പരിശുദ്ധം എവിടെയെങ്കിലും ആ മക്കൾ ജീവിക്കട്ടോ, അത് മതി എന്ന് നമ്മൾ പലപ്പോഴും നാം ചിന്തിച്ച് നാം ഇങ്ങനെ മുൻപോട്ട് പോകുന്നുണ്ട്. ഞാൻ പറയട്ടെ, നാം ദൈവത്തെ ദുഃഖപ്പെട്ടത് മാത്രമല്ല, ആ കൈപ്പുള്ള വേർ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാ നമ്മളെ പോകും. പരിശുദ്ധാത്മാ വരുമ്പോൾ നമുക്കറിയാം, പക്ഷെ പോകുമ്പോൾ അത് ആർക്കും അറിയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് എന്താണ് പരിശുദ്ധാത്മാ പോയി കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിന്റെ കൃപ നഷ്ടമാകും. നാം ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെട്ട എന്താവും? നമുക്ക് ജീവിക്കാം, ഈ ഭൂമിയിൽ ജീവിക്കാം. ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെട്ട നമ്മുടെ നിത്യതയും ഓട്ടോമാറ്റിക്കായി നഷ്ടമാകും. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെട്ട നാം നേരത്തെ ഷൈനി പഠിക്കുമ്പോൾ നമ്മൾ സാക്ഷികളായി മാറണം. നമ്മൾ എവിടെയാണ് സാക്ഷിയായി മാറുന്നത്? നാം ലോക മനുഷ്യപ്പോൾ ഇപ്പോഴും എന്റെ ഹൃദയത്തിൽ എന്തുകൊണ്ട്? കൈപ്പുണ്ട്. ആ കൈപ്പിനെ എന്ത് ചെയ്തു? വളർത്തി അത് വലുതാക്കി വെച്ചത് കൊണ്ട് എനിക്ക് ഉള്ള ദൈവത്തിന്റെ കൃപ എന്തായി? നഷ്ടപ്പെട്ട്. ആ ദൈവകൃപ നഷ്ടപ്പെട്ടാൽ നമുക്ക് പതുക്കെ ദൈവത്തെ വിട്ട് പിന്മാറുകയോ ആ നിത്യത തന്നെ നമുക്ക് നഷ്ടമായി മാറും. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നതാണ്, അങ്ങനെ കൈപ്പിന്റെ വേറിന്റെ ഹൃദയത്തിൽ മുളച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? നാം വേരോടെ പൊഴുത് കളയണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങൾ ഭവനത്തിൽ ചെന്ന് കരം പിടിച്ച് പരസ്പരം സ്നേഹത്തോടെ ഇത് ചെയ്യണം. ആ കൈപ്പിന്റെ ഇത് മാറ്റണം. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖപ്പെടുത്തും. കോപത്തെ കുറിച്ച് നോക്കാം. നമ്മൾ എല്ലാവർക്കും എന്തുണ്ട്? കോപമുണ്ട്. കോപം ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും പറയാൻ അറിയത്തില്ല. ചിലരുടെ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് എന്ത് വരും? കോപം വരും. നമ്മൾ പറഞ്ഞത് അനുസരിച്ച് എന്ത് വരും? കോപം വരും. ஆனால் വചനം പറയുന്നത് വായിക്കാം. എഫേസ്യർ 4-ാം അധ്യായം 26-ാം വാക്യം. കോപിച്ചാൽ എന്താണ്? പാപം ചെയ്യാതിരിപ്പേൻ. അപ്പൊ കോപം മുഖാന്തരം എന്ത് വരും? പാപം വരും. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പേൻ. സൂര്യൻ അസ്തമിക്കോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യൻ എപ്പോഴാണ് അസ്തമിക്കുന്നത്? വചനം പറയുന്നത് സൂര്യൻ അസ്തമിക്കോളം നിങ്ങളുടെ കോപം വെച്ചുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് തീരുമാനിക്കരുത് 6 മണിക്ക് ശേഷം നമുക്ക് വഴക്കുണ്ടാക്കിയാൽ മതി എന്ന് തീരുമാനിക്കരുത്. അതല്ല അർത്ഥം. കോപം പാടില്ല. കോപം വന്നാലും ആ കോപം എന്താണ്? പാപത്തിലോട്ട് കടന്നു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യും? നിങ്ങൾ കോപിക്കരുത്. കോപം വരും. നമ്മൾ മനുഷ്യരാണെങ്കിൽ നമുക്ക് കോപം വരും. ഇത് എല്ലാ മനുഷ്യർക്കും കോപം. യേശു ക്രിസ്തു കോപപ്പെട്ട് ആർക്കാണ് കോപപ്പെട്ടത്? പരിസരത്തും സദുക്കളാണ് യേശു കർത്താവ് കോപപ്പെട്ട്. അവർ കാണുമ്പോൾ കർത്താവ് പറഞ്ഞു, അയ്യോ കഷ്ടം നിങ്ങൾക്ക്. എന്തിനാണ്? ദൈവത്തിന്റെ വചനം എല്ലാം അറിഞ്ഞിട്ടും അത് ശരിയായി അനുസരിക്കാതെ കൊണ്ട് യേശു കർത്താവ് പോലും എന്ത് ചെയ്തു? അവരെ കണ്ട് കോപപ്പെട്ട് അനേക കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞത് കോപം എല്ലാവർക്കും വരും.
പക്ഷെ ആ കോപത്തെ നാം എങ്ങനെയാണ് അത് കൈകാര്യം നാം ചെയ്യുന്നത്? നാം അത് ശരിക്കും കൈകാര്യം ചെയ്തില്ലെങ്കിൽ നാം എന്താവും? പാപത്തിലോട്ട് നാം വീഴുവാൻ സാധ്യത. എന്താണ്? കോപം കൊണ്ട് നമ്മുടെ വാക്കുകൾ എന്താണ്? നമ്മളെ വിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്തുള്ള പല കാര്യങ്ങൾ സംസാരിക്കും. ഈ കോപം വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാത്ത ഒരു മുഖം നമ്മളിൽ വെളിപ്പെടും. നമ്മൾ അറിയാത്ത ഒരു മുഖം വെളിപ്പെടും. പക്ഷെ നമ്മൾ ഇത് വരുമ്പോൾ എന്താണ്? നമ്മുടെ മുഖം എന്തൊരു സൗന്ദര്യം, ഐശ്വര്യം. പക്ഷെ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ മുഖം നോക്കണം എങ്ങനെ ഉണ്ട്. പ്രത്യേകിച്ച് കോപം വരുമ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ മുഖം? ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാണിച്ച് കീറി നമ്മളാക്കി തീർക്കും. അത്രയ്ക്ക് നമുക്ക് എന്തുണ്ട്? ദേഷ്യം. വചനം കോപിച്ചാൽ എന്ത് ചെയ്യും? പാപം ചെയ്യാതിരിപ്പേ. ഈ കോപമുഖം എന്ത് സംഭവിക്കോ? നാം പാപത്തിലോട്ട് വീഴുവാൻ സാധ്യതയുണ്ട്. സദൃശവാക്യങ്ങൾ 14:17. മുൻകോപി പോഷത്വം പ്രവർത്തിക്കുന്നു. സദൃശവാക്യം എഴുതി വെച്ച വാക്യമാണ്. മുൻകോപി, കോപത്തിലാണ് മുൻകോപി. എടുത്തുള്ള കോപപ്പെട്ട വ്യക്തി എന്താണ്? പോഷത്വം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ദൈവമക്കൾ നിങ്ങളാണ് എങ്ങനെയാണ് നമ്മൾ നടക്കണം? വായിച്ചോ, യാക്കോബ് 1-ാം അതിന്റെ 19-ാം വാക്യം. എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കട്ടെ. നാം എന്ത് വായിക്കണം? ദൈവമക്കൾ എങ്ങനെയായിരിക്കും എന്നാണ് യാക്കോബ് എഴുതിയിട്ടുള്ളത്. എന്താണ്? കേൾപ്പാൻ വേഗതയും. കേൾക്കാൻ നമുക്ക് വേഗത കാണിക്കണം. പക്ഷെ നമ്മൾ വേഗത കാണിക്കുക എന്തിനു വേണ്ടിയാണ്? പരദൂഷണം കേൾക്കാൻ നമുക്ക് വേഗത ഭയങ്കരമുണ്ട്. പരദൂഷണം കേൾക്കാൻ നമുക്ക് എന്തുണ്ട്? വേഗത ഉണ്ട്. അതല്ല കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തി താൻ എന്താണ് പറയാൻ വന്നത് ക്ഷമയോടെ നമുക്ക് കേൾക്കാൻ നമുക്ക് സമയമില്ല. പക്ഷെ പരദൂഷണം കേൾക്കാൻ നമുക്ക് എന്തൊരു ഇൻട്രസ്റ്റ് എടുക്കാം. പിന്നെ നമ്മൾ എല്ലാ ജോലിയും വിട്ട് അതിന്റെ പുറകെ നാം ഇരുന്ന് നമുക്ക് കേൾക്കണം. കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസവും. സംസാരത്തിന് എന്ത് വേണം? താമസം പറഞ്ഞാൽ 1 മണിക്കൂറല്ല. ഒരു ചോദ്യം ചോദിച്ച് 1 മണി കഴിഞ്ഞ് ഒരു ഉത്തരം പറയാൻ അതല്ല താമസം. വളരെ ജ്ഞാനത്തോടെ നിങ്ങൾ എന്ത് ചെയ്യണം? സംസാരിക്കണം. ആവശ്യമില്ലാത്ത വാക്കുകൾ പറയരുത്. കള്ളത്തരം പറയരുത്. ചോദിച്ചതിന് ഊവ് ഇല്ല എന്ന് പറയാൻ പഠിച്ചെടുക്കണം ദൈവത്തിന്റെ മക്കൾ. പക്ഷെ പറയുവാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കട്ടെ. കോപം വരുമ്പോൾ ചെയ്യണം? നിങ്ങൾ തന്നെ ശാന്തപ്പെടുത്തണം. അതിന്റെ പുറത്ത് കാണിക്കരുത്. ദൈവമക്കൾ എന്ത് ചെയ്യണം? ആ കോപത്തിനെ അടക്കണം. അതാണ് അതിന്റെ പേരാണ് സെൽഫ് കൺട്രോൾ, സ്വയം നിയന്ത്രണം. ഈ സ്വയം നിയന്ത്രണം വിട്ടത് കൊണ്ടാണ് നാം എന്ത് ചെയ്യണം? പലപ്പോഴും പൊട്ടിത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്വയം നിയന്ത്രണം ഉണ്ടെങ്കിൽ ആ കോപത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയും. നമ്മൾ ആദ്യം കണ്ടത് എന്തായിരുന്നു? കയ്യത്തെ കുറിച്ച് നമ്മൾ കണ്ട്. 2 നാം കോപത്തെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത്. 2 കാര്യം മാത്രമല്ല ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്.